ആദ്യമായിട്ടാണ് നല്ലൊരു പ്രോമിനൻസ് ഉള്ള ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയത്. ഇത്രയും വലിയൊരു ബാനർ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളിലൂടെയൊക്കെ ചെയ്യാൻ പറ്റിയത് വലിയ സന്തോഷം. അത് നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. നന്നായിട്ടുണ്ട്. നല്ല ഹ്യൂമർ വർക്കൗട്ടായിട്ടുണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആളുകൾക്ക്. നല്ല പടമാണ്. പടം കിടിലൻ പടമാണ്. അതായത് ഫുള്ളി കോമഡി എന്റർടൈനർ അങ്ങനെയാണ് കാണാൻ. അതായത് ഒരു പോലീസുകാരനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ബിജുമേനോന്റെ ആദ്യത്തെ ഒരു പടമുണ്ട് വെള്ളിമുങ്ങ, ആ ഒരു ലെവല് വരുന്ന പടമാണ്. പക്ഷെ കോമഡി ഒന്നും അത്രയ്ക്ക് ഇല്ലെങ്കിലും ആ ഒരു ലെവല്, അതായത് കംപ്ലീറ്റ് എന്റർടൈനർ ആയിട്ട് നമുക്ക് കാണാം. ധൈര്യമായിട്ട് കുടുംബ സമേതം കാണാവുന്ന പടമാണ്. ചിരിക്കാനുണ്ട്. അതാണ് കോമഡി എന്റർടൈനർ പുള്ളി. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായിരിക്കും? ബിജുമേനോന്റെ ആക്ടിങ് തന്നെയാണ്. ബിജുമേനോന്റെ പിന്നെ അതേപോലെ തന്നെ ഷൈൻഡോ ചാക്കോ ഒക്കെ ഉള്ള നല്ലൊരു വേഷം ഇതിൽ കണ്ടു. അതായത് എല്ലാ റോളുകളും പോലെ ഉള്ളതിലല്ല, അത് തന്നെ ഒരു വ്യത്യസ്തമായിട്ട് സാധാരണക്കാരനായിട്ട് ഈ റോളിലുണ്ട്. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ്, ഒരു രക്ഷയില്ല. ശരിക്കും എനിക്ക് അത്ര ബുദ്ധിയുണ്ടായിരുന്നു. ഞാൻ SSLC പാസ്സായിപ്പോനെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതൊരു രസമായിട്ട് സിനിമയിൽ കണ്ടപ്പോൾ ഒരു രസം തോന്നി. റിയൽ ലൈഫിൽ അതൊരു രസമായിരുന്നു. പക്ഷെ സിനിമയിൽ കണ്ടപ്പോൾ അതിലും രസമായിട്ട് തോന്നി. ഒരു അച്ഛനും മകനും ഒരേപോലെ. അത് ഭയങ്കര ഡയറക്ടറെ സമ്മതിക്കണം. ഇതൊക്കെ കൃത്യമായിട്ട് അത് ആ സീനൊക്കെ ഭയങ്കര രസമായിട്ട് കാണും. നമ്മുടെ ഷൈൻ ടോം ചാക്കോ സാർ ആറാടി തിമിർത്ത് അഭിനയിച്ചിട്ടുണ്ട്. സീരിയസ് ഗൗരവം എന്ന് പറഞ്ഞ വേഷപ്പകർച്ചകളാണ്. പിന്നെ നമ്മുടെ ബിജു മേനോൻ നമ്മുടെ ക്രിസ്ത്യൻ പ്രദേശത്തിന് ശേഷം ഒരു നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഒരു സസ്പെൻസ് ഓറിയന്റഡ് സിനിമ വന്നത്. നമ്മുടെ കഴിഞ്ഞിടയ്ക്ക് ഷെർലോക്ക് ഹോംസ് ആയിരുന്നു കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പക്ഷേ ഷെർലോക്ക് ഹോംസിന് ശേഷം വെള്ളിമുക്കിന് ശേഷം ഒരു ഫുൾ ടൈം ഓണായിട്ട് ചിൽ വൈബായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ജാങ്കോ സ്പേസിലെ ആങ്കർ. ഏറെ നാൾ ശേഷം ഒന്ന് ചിരിക്കാൻ പറ്റി. ചിലപ്പോൾ ബ്രഹ്മയുഗ അങ്ങനത്തെ വളരെ സീരിയസ് മൂവീസാണ്. ത്രില്ലേഴ്സും മാസ്റ്റർ കണ്ട് പഠിച്ചിരിക്കുകയായിരുന്നു. വളരെ നല്ലൊരു ലൈറ്റായിട്ടൊരു മൂവിയാണ്. ബിജു മേനോൻ തകർത്തുണ്ട്. പിന്നെ നെഗറ്റീവ് പറഞ്ഞാൽ ഈ കോപ്പി അടിക്കുന്നതിനെ കുറച്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു റോങ് മെസ്സേജ് ഉണ്ട്. ഇല്ലെങ്കിൽ നല്ലൊരു എൻ്റർടൈനറാണ്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ബിജു മേനോന്റെ വെള്ളിമുങ്ങയായിട്ട് തകർത്തുണ്ട്. വെള്ളിമുങ്ങയെ കണ്ട നല്ല പടമാണ്. ബിജു മേനോൻ തകർത്തുണ്ട്. എല്ലാം കൊണ്ടും ലൈറ്റായിട്ടൊരു മൂവിയാണ്. നമ്മൾ ഈ സീരിയസ് മൂവീസ് കണ്ട് മടുത്തിരിക്കുകയാണ്. റിലാക്സ് ചെയ്യാൻ നന്നായിട്ടുണ്ട്. നെഗറ്റീവായിട്ട് തോന്നിയ കോപ്പി അടിക്കുന്ന കുറച്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വേറെ എല്ലാം അതാണ് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം നല്ലതാണ്. കോപ്പി അടിച്ചിട്ടുണ്ടോ പരീക്ഷയ്ക്ക്? ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. എന്തായാലും ചിരിക്കാൻ നന്നായിട്ട് ഫീൽ ഗുഡ് മൂവിയാണ്. നമുക്ക് ഫീൽ ഗുഡ് മൂവി നല്ലപോലെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ കേട്ടോ. കോമഡി നല്ലപോലെ വർക്കൗട്ട്. ബിജുമാനന്റെ കോമഡി നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ബിജുമാനൻ കോമഡി അറിയാലോ, അത് നല്ലൊരു ഭംഗിയാണ്. അത് ഇതിനകത്ത് ശരിക്കൊണ്ട് താനും ദിവസം വരെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ. ഒരു ഫീൽ ഗുഡ് മൂവി കേട്ടോ. പിന്നെ ഫുൾ എന്റർടൈനർ ആണ്. പിന്നെ ഇങ്ങനെ ഒരു പോലീസുകാരുണ്ടാവുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പോലീസുകാരൊക്കെ നമ്മൾ സീരിയസ് ആയിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ പോലീസ് സ്റ്റേഷനും പോലീസുകാരൊക്കെ ഭയങ്കര കോമഡി.